നമ്മൾ ഇന്ന് സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന ഭാഗത്തിൻ്റെ ആദ്യ ഭാഗമാണ്. തുടക്കത്തിൽ വ്യക്തമായി ആ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് എളുപ്പമാണ് ആ പാഠം. പരീക്ഷയ്ക്ക് എങ്ങനെയാണെങ്കിലും നമുക്ക് 8 മാർക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു 3 ചിലപ്പോൾ 10 മാർക്കിന് വരെ വരാം. 3 സെക്ഷനിലായിട്ട് 2ഉം 4ഉം 1ഉം ആയിട്ട് 8 മാർക്കിന് അതിനകത്ത് വരാം. ഒരു വൃത്തം അഥവാ സർക്കിൾ, ഇതിൻ്റെ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഭാഗം, ഇതിന് നമ്മൾ അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഭാഗം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഭാഗം, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഭാഗം, ഇതിനൊക്കെ നമ്മൾ ചാപം എന്നാണ് പറയുന്നത്. ആർക്ക് എന്ന് പറയും. ഇംഗ്ലീഷിൽ ആർക്ക് എന്നും മലയാളത്തിൽ ചാപം എന്നും പറയും. ഇവിടെ ആദ്യം 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇവിടെ നമ്മളൊരു ആർക്കിന് ആദ്യമായി നമ്മളൊരു നിയമം വ്യക്തമായി മനസ്സിലാക്കി പഠിക്കണം. ഒരു വൃത്തം, ഇത് ഒരു ചാപം. ചാപത്തിൻ്റെ അഗ്രബിന്ദുക്കളെ എൻ പോയിന്റ്സ് ഓഫ് ദി ആർക്ക്, ഇതിനെ നമ്മൾ വൃത്തത്തിലേക്ക് യോജിപ്പിക്കുന്നു. ഇപ്പം നമുക്കിവിടെ ഒരു കോൺ കിട്ടും. ദി ആംഗിൾ ഗോട്ട് ബൈ joining the endpoints of an arc. ഇതെന്താ സാധനം? ആംഗിൾ ഗോട്ട് ബൈ ജോയിനിങ് ദി endpoints of an arc on any point of the circle. ഈ ആർക്ക്, ഇവിടെ ആർക്കിന് ഞാനൊരു പേര് കൊടുക്കാം, എ ബി. എ ബി എന്ന ആർക്ക് വൃത്തത്തിലെ ഒരു ബിന്ദുവായ സിയിൽ ഒരു കോൺ ഉണ്ടാക്കുന്നു. ഈ കോണിനെ നമ്മൾ പറയാം എൻ പോയിന്റ്സ് ഓഫ് ദി ആർക്ക്, സർക്കിളിൽ ഉണ്ടാകുന്ന ആംഗിൾ. ആംഗിൾ ഗോട്ട് ബൈ ജോയിനിങ് ദി എൻ പോയിന്റ്സ് ഓഫ് എൻ ആർക്ക് ടു എനി പോയിന്റ് ഓൺ ദ സർക്കിൾ. ഇവിടെ ഡി എന്ന ഒരു ബിന്ദു നോക്കുക, ഇങ്ങോട്ട് നമുക്ക് യോജിപ്പിക്കാം. ആംഗിൾ ഗോട്ട് ബൈ ജോയിനിങ് ദി എൻ പോയിന്റ്സ് ഓഫ് എൻ ആർക്ക്. ഒരു ചാപത്തിന്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ. ആ കോൺ, ഈ വൃത്തത്തിന്റെ കേന്ദ്രം ഇതാണ്, O ആണ്. ഇതിന് പറയുന്ന പേര് സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക്, ചാപത്തിന്റെ കേന്ദ്രകോൺ. അപ്പോൾ ചാപത്തിന്റെ കേന്ദ്രകോണും ചാപം വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതാണ് ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം. ചാപം ആ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയാണോ അതിൻ്റെ ഇരട്ടി അത് കേന്ദ്രത്തിൽ ഉണ്ടാക്കും. ആംഗിൾ ഗോട്ട് ബൈ ജോയിനിങ് ദി എൻ പോയിന്റ്സ് ഓഫ് എൻ ആർക്ക് ഈസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിളിന്റെ പകുതി, അതായത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതി അത് വൃത്തത്തിൽ ഉണ്ടാക്കും എന്നാണ് ആദ്യത്തെ നിയമം നമ്മളോട് പറയുന്നത്. ആ നിയമം നമുക്കൊന്ന് കാണാതെ പഠിക്കണം. ആംഗിൾ ഗോട്ട് ബൈ ജോയിനിങ് ദി എൻ പോയിന്റ്സ് ഓഫ് എൻ ആർക്ക് ടു എനി പോയിന്റ് ഓൺ ദി സർക്കിൾ. ഒന്ന് പറഞ്ഞു നോക്കുക. ആംഗിൾ ഗോട്ട് ബൈ joining the endpoints of an arc to any point on the circle is half the central angle. ഒരു ചാപത്തിന്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ ആ ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും. ഈ നമ്മൾ പഠിച്ച നിയമം ഓർത്തേ, ചാപത്തിന്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ. ഇവിടെ നമുക്ക് പറഞ്ഞാൽ കോൺ സി അല്ലെങ്കിൽ കോൺ എ സി ബി, അതും കോൺ ഒ, കോൺ എ ഒ ബി, ഇത് തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ഇവിടെ ഉള്ളത്, അതായത് ചാപം വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ ഇരട്ടി അത് കേന്ദ്രത്തിൽ ഉണ്ടാക്കും എന്നാണ് നിയമം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് 40 ഡിഗ്രിയാണ് എന്ന് തന്ന് ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? ചാപം
വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ ഇരട്ടി അത് കേന്ദ്രത്തിൽ ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ ഇത് 40 ആണെങ്കിൽ 2 × 40 80 ഡിഗ്രി ആയിരിക്കും ഈ കോൺ. ഇനി നമ്മളോട് പറയുന്നു വേറെ ഒരു ബിന്ദുവിനോട് യോജിപ്പിച്ചു. കോൺ എ ഡി ബി എത്രയാണെന്ന് അവർ ചോദിച്ചാൽ, കോൺ ഇതും എ ബിയിൽ നിന്ന് വന്ന കോണല്ലേ, അതുകൊണ്ട് ഇവിടെ ഈ കോൺ 80 ആണെങ്കിൽ ഈ കോൺ 40 ആയിരിക്കും. പിന്നെ നമുക്ക് ഒരു നിയമം കൂടി ഓർക്കാം. ഒരേ ചാപത്തിൽ നിന്ന് വൃത്തത്തിൽ എവിടെയൊക്കെ കോണുകൾ ഉണ്ടാക്കിയാലും അതൊക്കെ തുല്യമായിരിക്കും എന്ന് നമുക്ക് മനസ്സിൽ ഓർത്ത് വെക്കാം. അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു, പക്ഷെ ഇക്കൊല്ലം ടെക്സ്റ്റിൽ അതില്ല. ടെക്സ്റ്റിൽ ഈ ഒരു നിയമം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് 40 ആണെങ്കിൽ ഇത് 80 ആയിരിക്കും. ഇനി ഈ കോൺ അവര് 120 എന്ന് തന്നാൽ ഈ കോൺ എപ്പോഴും 60 ആയിരിക്കും. ഓക്കെ, ഈ നിയമം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുക. ഒരു ചോദ്യത്തെ കൂടി ഞാൻ പറഞ്ഞുതരാം. മക്കളെ, ഇത് ഓയാണ്. വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാക്കിയ കോൺ 100 ആണ് എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. കോൺ എ എത്രയാണ്, കോൺ ബി എത്രയാണ്, കോൺ സി എത്രയാണ്? ഒരു ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതി അത് വൃത്തത്തിൽ ഉണ്ടാക്കും. ഇവിടെ പി ക്യു എന്ന ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കിയത് കോൺ പി ഒ ക്യു 100 ആണ്. അങ്ങനെയാണെങ്കിൽ അത് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയായിരിക്കും? 50. ഇതേ ചാപം തന്നെയാണ് ഇവിടെ ഈ കോൺ ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഇതും 50 ആയിരിക്കും. ഇതേ കോൺ തന്നെയാണ് ഇവിടെ, ഇതും 50 ആയിരിക്കും. അപ്പൊ നമ്മളോട് രണ്ട് കാര്യമാണ്. വൃത്തത്തിൽ ഉണ്ടാക്കിയ കോൺ തന്നിട്ട് കേന്ദ്രത്തിൽ ഉണ്ടാക്കിയ കോൺ ചോദിക്കാം, കേന്ദ്രത്തിൽ ഉണ്ടാക്കിയ കോൺ തന്നിട്ട് വൃത്തത്തിലുള്ള കോൺ ചോദിക്കാം. അപ്പോൾ ഓർക്കേണ്ടത്, വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ ഇരട്ടി കേന്ദ്രത്തിൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതി വൃത്തത്തിൽ ഉണ്ടാക്കും. സെൻട്രൽ ആംഗിൾ ഈസ് ഡബിൾ ദി ആംഗിൾ made on the circle, or angle made on the circle is half the central angle. ഇനി ടെക്സ്റ്റിൽ നമുക്ക് ഇതിനകത്തുള്ള പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. നമ്മളോട് ആദ്യത്തെ പ്രോബ്ലം ചോദിച്ചത് ഈ ചിത്രമാണ്. ചാപം വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ 40 ആണ്. ഈ ചാപം വൃത്തത്തിന്റെ എത്ര ഭാഗമാണ്? ഈ കോൺ 40 ഡിഗ്രിയാണ്. ഈ ചാപം വൃത്തത്തിന്റെ എത്ര ഭാഗമാണ്? നമുക്ക് ചോദ്യത്തിൽ ഇതേ തന്നിട്ടുള്ളൂ. ഉത്തരം കാണാൻ വേണ്ടി നമുക്ക് പേര് കൊടുക്കാം. ഇതിനെ നമ്മൾ വൃത്തത്തിലേക്ക് വെറുതെ ഒന്ന് യോജിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കോൺ എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞ പ്രകാരം വൃത്തത്തിൽ ഉണ്ടാക്കിയ കോൺ 40 ആണെങ്കിൽ കേന്ദ്രത്തിൽ അത് 80 ഉണ്ടാക്കും. അപ്പോൾ 80 ഡിഗ്രിയാണ് ഇതിന്റെ ഡിഗ്രി അളവ്. ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ആർക്ക് എ ബി എന്ന ആർക്ക് വൃത്തത്തിന്റെ എത്ര ഭാഗമാണ്? വൃത്തം മൊത്തം 360 ആണ്. ഇവിടുന്ന് ഇവിടം വരെയുള്ളത് 80 ആണ്. അപ്പോൾ 360 360ൽ 80 എത്ര ഭാഗമാണ്? 360ന്റെ എത്ര ഭാഗമാണ് 80? 360ന്റെ എത്ര ഭാഗമാണ് 80? 360ന്റെ 2/9 ഭാഗമാണ് 80. അപ്പോൾ വൃത്തത്തിന്റെ 2/9 ഭാഗമാണ് തന്നിരിക്കുന്ന ആരം. ഈ ചാപത്തിന്റെ അളവ് 2/9 ഓഫ് ദി സർക്കിൾ. വൃത്തത്തിന്റെ 2/9 ഭാഗമാണ് തന്നിരിക്കുന്ന ചാപം. ഈ കോൺ 40 ആണെങ്കിൽ ഈ ചാപം വൃത്തത്തിന്റെ 2/9 ഭാഗമാണ്. ഇതിനെ വീണ്ടും നിങ്ങൾ ലഘൂകരിക്കേണ്ടതില്ല. ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. 2/9 ഭാഗമാണ്.
മക്കളെ നമ്മളോട് ചോദിച്ചത് ഒരു വൃത്തം, അതിനകത്ത് ഒരു കമ്പി മടക്കി കയറ്റി. ഇപ്പോൾ ആ കമ്പി വെച്ചപ്പോൾ വൃത്തത്തിൻ്റെ 1/10 പാർട്ടിനെ 1/10 ഭാഗത്തിനെ അത് കവർ ചെയ്യുന്നുണ്ട്. ഇത് ഈ കമ്പിയുടെ ഇങ്ങേയറ്റം ഇവിടെ കൊണ്ട് മുട്ടിച്ചു. ഇതാ ചിത്രം വരച്ചിരിക്കുന്നു. അപ്പോഴും നമുക്കിവിടെ സെൻട്രൽ ആംഗിൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ആംഗിൾ 1/10 പാർട്ട് ഓഫ് ദ സർക്കിൾ ആണ്. 360-ൽ 10 അത്രയുമാണ് ഇവിടെ ഉള്ളത്. 360-ന്റെ 1/10 പാർട്ട്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള കോൺ 36 ഡിഗ്രിയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് 1/10 പാർട്ടാണ്. 360 ഡിഗ്രിയാണ് ഒരു സർക്കിൾ. അപ്പോൾ 360-ന്റെ 1/10 പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 36 ഡിഗ്രി ഉണ്ടായിട്ടുണ്ട്. ഈ കമ്പി ഇവിടെ വളച്ചു വെച്ചാൽ ഇവിടെ 36 ഡിഗ്രി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ 72 ഡിഗ്രി ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ ഈ 72 ഡിഗ്രി എന്ന് പറയുന്ന വൃത്തത്തിന് എത്ര പാർട്ടാണ് നോക്കാം? 360-ന്റെ 1/10 പാർട്ടാണ്. അപ്പൊ 72 എന്ന് പറയുന്നത് 360 ഡിഗ്രിയുടെ എത്ര പാർട്ടാണ്? ഇവിടെ 36 വന്നു, അപ്പോൾ ഇവിടെ 72 വന്നു. അപ്പോൾ 72 ഡിഗ്രി 360-ന്റെ എത്ര പാർട്ടാണ്? 360-ന്റെ എത്ര പാർട്ടാണ് 72 ഡിഗ്രി? നമുക്ക് എങ്ങനെ നോക്കാം? 360-ന്റെ 1/10 36 ആണ്. അപ്പോൾ 360-ന്റെ എത്ര പാർട്ടാണ് 72? 360-ന്റെ 1/5 പാർട്ടാണ്. ന്റെ 1/5 പാർട്ടാണ്. 72/360 സമം 1/5. അപ്പം 72 ഡിഗ്രി 360-ന്റെ 1/5 ഭാഗമായതുകൊണ്ട് ഇവിടുന്ന് ഇവിടം വരെ 1/5 ഭാഗത്തിന് അത് കവർ ചെയ്യും. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി. വൃത്തത്തിനെ അതിപ്പോഴേ കവർ ചെയ്യും. ഇവിടെ വെച്ചാൽ 1/10 കവർ ചെയ്യുമെങ്കിൽ ഇവിടെ വെച്ചാൽ 1/5 പാർട്ടിനെ അത് കവർ ചെയ്യും. ഇനി അവർ ചോദിച്ചത് വേറെ ഏതെങ്കിലും ഒരു വൃത്തത്തിൽ കൊണ്ട് വെച്ചു. ഇതാ ഈ വൃത്തത്തിന്റെ കേന്ദ്രം ഒന്നും ഞാൻ പറയുന്നില്ല. ഈ വൃത്തത്തിലാണ് അവർ കൊണ്ടുവച്ചത്. ഉറപ്പായും ഇത് നമുക്കറിയാം 36 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന 72 അങ്ങനെയാണെങ്കിൽ ഇത് 1/5 പാർട്ടാണ്. ഏത് വൃത്തത്തിൽ കൊണ്ടുവച്ചാലും വൃത്തത്തിനെ അത് 1/5 പാർട്ടിൽ കവർ ചെയ്യും. ഓക്കെ, ഈ രണ്ട് ചോദ്യങ്ങൾ വ്യക്തമായി ചെയ്ത് മനസ്സിലാക്കുക. ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രിയുടെ ക്ലാസ് ഉണ്ടാകും. കെമിസ്ട്രിയുടെ നോട്ടാണ് ഞാൻ തരിക. നോട്ട് നിങ്ങൾ എഴുതിയെടുത്തതിന് ശേഷമാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത്. സ്കൂളിലല്ലോ, അതിന് കുറച്ച് കൂടുതൽ നോട്ടുണ്ട്. രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾക്ക് 48ഓളം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പഠിക്കാനുണ്ട്. 12-13 മാത്രമേ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഡയറക്റ്റ് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ നോട്ട് എഴുതണം. നോട്ട് എഴുതിയതിന് ശേഷമാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഒരു ക്ലാസ്സിൽ നമുക്ക് ഒരു 6-7 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പറ്റും. 10 മിനിറ്റാണ് ഒരു ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു.